ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ, എനിത്തിങ്, സംതിങ്, നത്തിങ്, എവരിത്തിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? എനിത്തിങ്, സംതിങ്, നത്തിങ്, എവരിത്തിങ്. ഇത് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ഇതൊക്കെ നമ്മൾ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സംതിങ്, എനിത്തിങ്, എവരിത്തിങ്, നത്തിങ്. സംതിങ്, എനിത്തിങ്, എവരിത്തിങ്, നത്തിങ്. ഓക്കെ, എന്താണ് ഇത്? എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം? എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് സംതിങ് ആണ്. സംതിങ്, യെസ്, സംതിങ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. അതായത് നമുക്ക് അറിയാത്ത എന്തോ ചില കാര്യങ്ങൾ, എന്തോ ഒരു കാര്യം, അതാണെന്ത് സംതിങ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാത്ത എന്തോ ഒന്ന്, അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി, അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംതിങ് ഉപയോഗിക്കുന്നത്. എനിക്കറിയാത്ത എന്തോ ഒന്ന്. ഇപ്പോൾ ഞാൻ ഒരു മുറിയിലേക്ക് ഇങ്ങനെ മുറിയിലേക്ക് കയറിയ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടു. അത് ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ സംതിങ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഹേർഡ് സംതിങ് ഹിയർ. ഐ ഹേർഡ് സംതിങ് ഹിയർ. ഞാൻ എന്തോ ഒന്ന് ഇവിടെ കേട്ടു. ഐ ഹേർഡ് സംതിങ് ഹിയർ. ഞാൻ എന്തോ ഒന്ന് ഇവിടെ കേട്ടു. യെസ്, അവിടെ നമ്മൾ സംതിങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സംതിങ് പറയുന്നത് ഇങ്ങനെ ചില സാഹചര്യത്തിൽ പറയാറുണ്ട്. ഇപ്പോൾ ഒരാളുടെ ബാഗ് പരിശോധിക്കണം എന്ന് പറയാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് പറഞ്ഞാണ് അവൻ്റെ ബാഗിൽ എന്തോ ഒന്നുണ്ട്. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചാൽ എന്തോ ഒരു കളർ ഞാൻ കണ്ടിട്ടുണ്ട്, എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ്റെ ബാഗിൽ എന്തോ ഒന്ന് ഉണ്ട്. നമുക്കറിയാത്ത എന്തോ ഒന്ന് അവൻ്റെ ബാഗിലുണ്ട്, അല്ലേ? ദർ ഈസ് സംതിങ് ഇൻ ഹിസ് ബാഗ്. ദർ ഈസ് സംതിങ് ഇൻ ഹിസ് ബാഗ്. അവൻ്റെ ബാഗിൽ എന്തോ ഒന്നുണ്ട്. ഇതുപോലെ തന്നെ പറയാം, എന്താണെന്നറിയില്ല, അവൾ വളരെ ഒരു സങ്കടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അവളുടെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, എന്തോ ഒന്നുണ്ട്, അല്ലേ? നമുക്കറിയാത്ത എന്തോ ഒന്ന് അവളുടെ മനസ്സിലുണ്ട്. ദർ ഇസ് സംതിങ് ഇൻ ഹെർ മൈൻഡ്. ദർ ഇസ് സംതിങ് ഇൻ ഹെർ മൈൻഡ്. അവളുടെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ സംതിങ് ഉപയോഗിക്കുന്നത്. ഇനി എനിത്തിങ്. എന്താണ് എനിത്തിങ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, എനിത്തിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന്, എന്തോ ഒന്ന്. സംതിങ് എന്ന് പറയുമ്പോഴും എനിത്തിങ് എന്ന് പറയുമ്പോഴും ഒരുപോലെ തോന്നും നമുക്ക്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് പറഞ്ഞുതരാം. എന്തെങ്കിലും ഒന്ന്, എന്തോ ഒന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്, നമുക്ക് അറിയാത്ത എന്തോ ഒന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംതിങ് എന്ന് പറഞ്ഞത്. പക്ഷേ എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം, എന്തോ ഒരു വസ്തു, എന്തോ ഒന്ന്, ആ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എനിത്തിങ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്: എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഹെർ. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഹെർ. എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒരു നെഗറ്റീവായ രീതിയിലാണ് വരുന്നത്. സംതിങ് എന്ന് പറഞ്ഞപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, എന്തോ ഒന്നും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംതിങ് ഉപയോഗിച്ചത്. പക്ഷേ എനിത്തിങ് എന്ന് പറയുമ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എനിത്തിങ് ഉപയോഗിക്കുന്നത്. എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഹെർ. എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഓക്കെ, ഈ മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, ആർ യു ഹെൽത്തി? നിങ്ങൾ ഹെൽത്തി ആണോ? എനിത്തിങ് റോങ് വിത്ത് യു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്താ ടയേർഡായിരിക്കുന്നത്? ആർ യു ഹെൽത്തി? നിങ്ങൾ ഹെൽത്തി ആണോ? എനിത്തിങ് റോങ് വിത്ത് യു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ മുഖാവൃതനായിട്ടിരിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്ത് നിന്നിട്ട് എനിത്തിങ് റോങ് വിത്ത് യു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുപോലെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ ഇങ്ങനെ നിർത്തി, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, എനിത്തിങ് റോങ് വിത്ത് യു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് എനിത്തിങ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ നീ വിളിക്കാൻ മറക്കരുത്, അല്ലേ? സാധാരണ പറയുന്നതാണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ നീ വിളിക്കാൻ മടിക്കരുത്, അല്ലേ? പ്ലീസ് കോൾ മീ ഇഫ് യു നീഡ് എനിത്തിങ്. പ്ലീസ് കോൾ മീ ഇഫ് യു നീഡ് എനിത്തിങ്. അല്ലെങ്കിൽ ഇഫ് യു നീഡ് എനിത്തിങ് പ്ലീസ് കോൾ മീ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ നീ വിളിക്കണം. എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യത്തിലേക്കാണ് നമ്മൾ എനിത്തിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു, നത്തിങ്. ഇതൊരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നെഗറ്റീവായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നത്തിങ് ഉപയോഗിക്കുന്നത്. ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നത്തിങ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില സാഹചര്യത്തിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, എനിക്ക് അവളോടൊന്നും പറയാനില്ല, എനിക്ക് അവനോടൊന്നും സംസാരിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമ്മൾ നത്തിങ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഐ ഹാവ് നത്തിങ് ടു സേ ഹർ.
ഐ ഹാവ് നത്തിങ് ടു സേ ഹർ, എനിക്ക് അവളോടൊന്നും പറയാനില്ല. ഐ ഹാവ് നത്തിങ് ടു സേ ഹിം, എനിക്ക് അവനോടൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് നത്തിങ് ഉപയോഗിക്കാം. ഇനി മറ്റൊരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാളെ കുറിച്ച് പറയാണ്, അവൻ്റെ പേഴ്സിലൊന്നുമില്ല, അതൊരു പാവാണ്, അവൻ്റെ പേഴ്സിലൊന്നുമില്ല എന്ന് പറയാണ്. ഷീ ഹാസ് നത്തിങ് ഇൻ ഹെർ വാലറ്റ്. ഷീ ഹാസ് നത്തിങ് ഇൻ ഹെർ വാലറ്റ്, അവളുടെ പേഴ്സിലൊന്നുമില്ല. ഹി ഹാസ് നത്തിങ് ഇൻ ഹിസ് ബാഗ്, അവൻ്റെ ബാഗിലൊന്നുമില്ല, ഞാൻ നോക്കി, പാവാണ്, അതിലൊന്നും ഒരു സാധനവും കാണാനില്ല. ഹി ഹാസ് നത്തിങ് ഇൻ ഹിസ് വാലറ്റ്, അവൻ്റെ പേഴ്സിലൊന്നുമില്ല. ഷീ ഹാസ് നത്തിങ് ഇൻ ഹെർ വാലറ്റ്, അവളുടെ പേഴ്സിലൊന്നുമില്ല. അവിടെ ഒന്നുമില്ല എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നത്തിങ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യത്തിലേക്കാണ് നമ്മൾ നത്തിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അവസാനമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് എവറിത്തിങ്. എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ് അർത്ഥം. എല്ലാം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവരിത്തിങ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്, ഒരു ട്രാവൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു അഡ്വൈസ് ആയിട്ട് ഒരാൾ ചോദിച്ചു, പിന്നെ യാത്രക്ക് ആവശ്യമുള്ള എല്ലാം നീ എടുത്തിട്ടില്ലേ, യാത്രക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിച്ചിട്ടില്ലേ, എടുത്തിട്ടില്ലേ എന്നൊക്കെ ഒരാൾ ഒരു അഡ്വൈസ് ആയിട്ട് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് ആ എല്ലാ സാധനങ്ങളും എന്ന് പറയുന്നില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എവരിത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്: ഡു യു ഹാവ് എവരിത്തിങ് you need for the trip? Do you have everything you need for the trip? ഈ ട്രിപ്പിന് ആവശ്യമായ എല്ലാം നിന്റെ കയ്യിലുണ്ടോ? Do you have everything? Do you have everything you need for the trip? ഈ ട്രിപ്പിന് ആവശ്യമായ എല്ലാം നിന്റെ പക്കലുണ്ടോ? എല്ലാം നീ എടുത്തിട്ടില്ലേ? എവരിത്തിങ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചോദിക്കാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ അവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് വറി, അല്ലേ, ഞാൻ അവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ടോൾഡ് ഹിം എവരിത്തിങ്. ഐ ഹാവ് ടോൾഡ് ഹിം എവരിത്തിങ്, ഞാൻ അവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ടോൾഡ് ഹിം എവരിത്തിങ്. ഐ ഹാവ് ടോൾഡ് ഹെർ എവരിത്തിങ്, ഞാൻ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ പറയാറുണ്ട്, ഒന്നും പേടിക്കണ്ട, എല്ലാം ഉഷാറാണ്, എല്ലാം നന്നായിട്ട് തന്നെയാണ് നടക്കുന്നത്, എല്ലാം ഫൈനാണ്, ഓക്കെ ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എല്ലാം ഓക്കെ ആണ്, എല്ലാം ഫൈനാണ്, എല്ലാം വെൽ ആണ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഡോണ്ട് വറി, എവരിത്തിങ് ഈസ് ഫൈൻ. ഡോണ്ട് വറി, എവരിത്തിങ് ഈസ് ഫൈൻ നമ്മൾ സാധാരണ പറയുന്ന രീതിയാണ്. ഡോണ്ട് വറി, എവരിത്തിങ് ഈസ് ഫൈൻ, എല്ലാം ഓക്കെ ആണ്, ഒന്നും പേടിക്കാനില്ല. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം എന്ന് കിട്ടാൻ വേണ്ടി എവരിത്തിങ് ആണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 വാക്കുകളാണ് ഇന്ന് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു ആ 4 വാക്കുകൾ? സംതിങ്, എനിത്തിങ്, നത്തിങ്, എവരിത്തിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാക്കുകൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മാത്രമല്ല, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.